ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഒണ്ടാരിയോ പ്രൊവിൻസിലൂടെയുള്ള നമ്മുടെ യാത്ര തുടരുകയാണ്. ഹാമിൽട്ടണിൽ നമ്മുടെ താൽക്കാലിക വസതിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ജീപ്പ് ഗ്രാൻഡ് ചെറോക്കിയാണ് നമ്മൾ ഈ യാത്രയിലുടനീളം ഉപയോഗിക്കുന്നത്. ആദ്യമായി പോയത് ഹാമിൽട്ടണിൽ നിന്നും ഒരു 40 കിലോമീറ്റർ അകലെ മാറി കൺട്രി സൈഡിൽ ക്രമീകരിച്ചിരിക്കുന്ന ആഫ്രിക്കൻ ലയൺ സഫാരി എന്ന ഒരു ഫൺ ആക്ടിവിറ്റിക്കാണ്. ഇതെന്ന് പറഞ്ഞാൽ മൃഗങ്ങളെ, വിവിധ ഭൂഖണ്ഡങ്ങളിലെ മൃഗങ്ങളെ, അതാത് ഭൂഖണ്ഡങ്ങളിലെ ഭൂപ്രകൃതി വൈവിധ്യങ്ങൾ അണിയിച്ചൊരുക്കി അവർ സംരക്ഷിക്കുന്ന ഒരു കേന്ദ്രമാണ് ഈ ആഫ്രിക്കൻ ലയൺ സഫാരി ക്രമീകരിച്ചിരിക്കുന്നത്. ഇവിടെ സിംഹങ്ങളുണ്ട്, ചീറ്റപ്പുലികളുണ്ട്, വിവിധതരം മാനുകളുണ്ട്. നമ്മുടെ ഇന്ത്യയിലെ ഉൾപ്പെടെയുള്ള വിവിധതരം മാനുകളും അതുപോലെ റിനോസ്, കാണ്ടാമൃഗങ്ങൾ, അങ്ങനെ വിവിധ പക്ഷികൾ, ഇതൊക്കെ അവർ ക്രമീകരിച്ചിട്ടുണ്ട്. കാനഡയിലെ ഒണ്ടാരിയോ പ്രൊവിൻസിനെ മിഷിഗൻ സ്റ്റേറ്റുമായിട്ട്, US മിഷിഗൻ സ്റ്റേറ്റുമായിട്ട് ബന്ധിപ്പിക്കുന്ന സാർണിയയിലെ ബ്ലൂ വാട്ടർ ബ്രിഡ്ജിന് താഴെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. US-ൻ്റെയും കാനഡയും പതാകങ്ങൾ രാത്രിയിലെ വെളിച്ചത്തിൽ പാറിപ്പറക്കുന്നത് നമുക്ക് കാണാം. ബ്ലൂ വാട്ടർ ബ്രിഡ്ജിൻ്റെ നീല നിറത്തിലുള്ള ലൈറ്റുകൾ അല്ലെങ്കിൽ ദീപാലംകൃതമായ കാഴ്ചയാണ് കാണുന്നത്. അതിന് താഴെ ഒരു ചെറു കപ്പൽ പോകുന്നതാണ് ഇപ്പോൾ കാണുന്നത്. പിറ്റേന്ന് ഓഗസ്റ്റ് 6 ഹാമിൽട്ടണിലെ കൺസർവേഷൻ ഏരിയകൾ കാണുവാനാണ് ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യമായി ചെന്നത് ആൽബിയൻ ഫോൾസ് കാണുവാനാണ്. ആൽബിയൻ ഫോൾസിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഡെവിൾസ് പഞ്ച് ബൗൾ എന്ന മറ്റൊരു കൺസർവേഷൻ ഏരിയയിലാണ് നമ്മളിപ്പോൾ വന്ന് നിൽക്കുന്നത്. ഇവിടുത്തെ ഒരാകർഷണമെന്ന് പറയുന്നത്, ഇവിടെ നിന്നും ഒരു വ്യൂ പോയിൻറ്റിൽ നിന്നും നോക്കിക്കഴിഞ്ഞാൽ നഗരത്തിൻ്റെ പൂർണ്ണമായ ദൃശ്യം ലഭ്യമാണ്. അതോടൊപ്പം തന്നെ താഴേക്ക് നോക്കുമ്പോൾ നമുക്ക് ഒരു അരുവി ഒഴുകുന്നത് കാണാം. ഈ അരുവി ഒഴുകുന്ന ദൃശ്യവും ഇപ്പോൾ ലഭ്യമാണ്. ഇവിടുത്തെ മറ്റൊരു പ്രധാന ആകർഷണം എന്ന് പറയുന്നത് ഇവിടുത്തെ ഡെവിൾസ് പഞ്ച് ബൗൾ തന്നെയാണ്. ഒരു ചട്ടിയുടെ ആകൃതിയിൽ ഉള്ള ഒരു പാറക്കെട്ടിലേക്ക് വളരെ നേർത്ത വെള്ളം ഒഴുകി വരുന്ന ഒരു ദൃശ്യമാണ് ഇവിടെ നിന്ന് ലഭ്യമായിരിക്കുന്നത്. ഇന്ന് ഓഗസ്റ്റ് 7 ഇന്ന് രാവിലെ Airbnb റൂം ചെക്കൗട്ട് ചെയ്ത ശേഷം നമ്മൾ യാത്രയ്ക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഹാമിൽട്ടണിൽ നിന്നും ബ്രാംപ്ടണിലേക്കാണ് ഇന്നത്തെ യാത്ര നമ്മൾ പുറപ്പെടുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഇറങ്ങിയപ്പോൾ ആദ്യമായി ഒരു വ്യൂ പോയിൻ്റ് കിട്ടിയപ്പോൾ സിറ്റിയുടെ വ്യൂ ഈ ഭാഗത്ത് നിന്ന് കണ്ട ശേഷം നമ്മൾ ഇനി കൺട്രി സൈഡിലൂടെ നമ്മൾ ബ്രാംപ്ടണിലേക്ക് യാത്രയാവുകയാണ്. ബ്രാംപ്ടണിലെത്തി ഇവിടെ സെൻറ്റ് യൂജിൻ ഡി മെസൻഡോസ് എന്ന് പറയുന്ന ചർച്ചാണത്. ഇത് ഇവിടുത്തെ ഒരു പോളിഷ് കാത്തലിക് ചർച്ചാണ്. ഇതിൻ്റെ മുൻപിൽ ജോൺ പോൾ മാർപ്പാപ്പയുടെ ഒരു സ്തൂപം വെച്ചിട്ടുണ്ട്. ഈ പള്ളിയുടെ ഒരു 10-11 വർഷം മുമ്പിട്ടുള്ള ഒരു രൂപമാണ്, ഒരു ഓർമ്മയാണ്, ഈ പ്രദേശത്തെ ഓർമ്മയാണ് എനിക്കുള്ളത്. അപ്പോൾ ഈ ബിൽഡിങ്ങൊന്നും ഇല്ല. ഇവിടെ ഒരു പുതിയ ബിൽഡിങ് വന്നു. ഇവിടെ എല്ലാം പാർക്കിംഗ് ഏരിയ ആയിരുന്നു. ആ പാർക്കിംഗ് ഏരിയ കുറഞ്ഞു, പുതിയൊരു ബിൽഡിങ് വന്നു. അതാണ് ഇവിടുത്തെ മാറ്റം. ഇപ്പോൾ ഷെൽഡൻ കോളേജ് ബ്രാംപ്ടൻ്റെ
അങ്ങോട്ടുമുള്ള ഒരു വഴിയിൽ നമ്മൾ പോയി നിൽക്കുകയാണ്. അതിനുശേഷം ഇപ്പോൾ നിൽക്കുന്ന ഇടം എന്ന് പറയുന്നത് പണ്ടൊരു റിയൽ കനേഡിയൻ സൂപ്പർ സ്റ്റോർ ഉണ്ടായിരുന്ന സ്ഥലമാണ്. ഇതിന്ന് നോഫ്രിൽസ് എന്ന മറ്റൊരു ഗ്രോസറി സ്റ്റോറായി. ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ബസ് സ്റ്റേഷനാണ് ഈ കാണുന്നത്. ഇത് ഷോപ്പേഴ്സ് ഓഷ്യൻ മാർക്കറ്റിൻ്റെ മുന്നിൽ, ഓഷ്യാൻസ് ഷോപ്പേഴ്സ് മാർക്കറ്റിൻ്റെ മുന്നിലുള്ളതാണ്. ഇത് ഇവിടുത്തെ ഓഷ്യാനസ് ഷോപ്പേഴ്സ് വേൾഡ് എന്ന് പറയുന്ന മാർക്കറ്റിൻ്റെ ഉള്ളിലുള്ള കാഴ്ചകളാണ്. അതിൻ്റെ പുറത്തെ കാഴ്ചകളും നമുക്ക് കാണാം. പിന്നീട് ബ്രാംപ്ടണിലെ മറ്റൊരു റെസ്റ്റോറൻറ്റിലേക്ക് ചെന്നു. അതിനുശേഷം നമ്മൾ GTA ഗ്രേറ്റർ ടൊറൻറ്റോ ഏരിയയിൽ സിറ്റി ഓഫ് ടൊറൻറ്റോയുടെ മറ്റൊരു പാർക്കിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഈ പാർക്ക് ഒരു ലേക്ക് സൈഡിലാണ്. ആ ലേക്കിൻ്റെ വ്യൂസ് കാണാം. ഇത് പഞ്ചമഹാ തടാകങ്ങളിൽപ്പെടുന്ന ഒരു തടാകത്തിൻ്റെ ഒരു ഓരമാണ്, ഇപ്പോൾ തീരമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഈ തീരത്തിൽ നമുക്ക് ഒരു കടൽ പോലെ തന്നെ തോന്നുന്നു. ഇതൊരു തടാകമാണ്.